സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടേയിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേരുവാൻ എല്ലാവരും ശ്രമിക്കുക. ഉപജീവന ചിന്തകളാലും മദ്യപാനത്താലും നിങ്ങൾ കുടുങ്ങിപ്പോകാതെ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുക. പല ചിന്തകളും ഉള്ളിൽ കയറി എങ്ങനെ ജീവിക്കും, ഏത് രീതിയിൽ പോകും, പിള്ളേരുടെ കാര്യങ്ങളും മറ്റു പല കാര്യങ്ങളും ചിന്തിച്ച് ആത്മാവിനെ കളയാതെ, നിത്യജീവൻ ഒരുക്കിയിരിക്കുന്ന അത് കളയാതെ ഈ രക്ഷയിലേക്ക് കയറുവാൻ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മോശ അനേക ജനങ്ങളെ നയിച്ചുകൊണ്ട് മരുഭൂമിയിൽ കൂടെ വന്നു. അതിൻ്റെ എല്ലാ നേതൃത്വങ്ങൾ വഹിച്ചു. എങ്കിലും മോശ ഒരു ഭൃത്യനായിട്ടാണ് വചനം പറയുന്നത്. പുതിയ കർത്താവിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയൊരു നിയമം എന്ന് വെച്ചാൽ എല്ലാവരും പുത്രന്മാരായിട്ട് തന്നെ ആ ഭവനത്തിന് അവകാശി ആകണം എന്ന കർത്താവ് ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. അപ്പോൾ മോശ ആ ഭവനത്തിലൊക്കെയും ഭൃത്യനായിട്ടായിരുന്നപ്പോൾ ദൈവപുത്രൻ വന്നപ്പോൾ ആ ഭവനത്തിൻ്റെ പുത്രനായിട്ട് വന്നു. ആ ഭവനത്തിൽ നമ്മളും ഒരു പുത്രന്മാരും പുത്രികളുമായി. ഇനി നമ്മൾ പാപികളല്ല. നമ്മളിനിയും പൊട്ടപ്പാത്രമാണ്, മൺപാത്രമാണ്, പുഴുവാണ്, കൃമിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് കയറുക. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മളെ വിടിവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്താക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പുത്രനായിട്ട് ദൈവത്തോട് അടുത്ത് ചെല്ലുക. ആ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ. പഴയ നിയമത്തിലൊക്കെ ആ കൃപാസനത്തിൽ പോയിട്ട് ആ സീനായ് മലയുടെ അടിവാരത്ത് പോലും അടുത്തു വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ആ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ, ദൈവപുത്രനിലൂടെ ആ പിതാവിങ്കലേക്ക് അടുത്തു വരുവാൻ നമുക്ക് തന്നിരിക്കുന്ന ആ പദവി, ഇത്ര വലിയൊരു പദവി, ഇത്ര വലിയൊരു രക്ഷ നമുക്ക് തന്നിരിക്കുന്നത് ഗണ്യമാക്കാതെ, അതിനെ പരിഗണിക്കാതെ, അതിനെ വിട്ടുകളയല്ല. ദൈവ സ്നേഹം മനസ്സിലാക്കുക. ലോകത്തിലുള്ള ഏത് ജനങ്ങളും, അത് ക്രിസ്ത്യാനിയായിട്ട്, യഹൂദനായിട്ട്, യവനനായിട്ട്, ഏത് ജാതികൾക്കും ഈ രക്ഷയിലേക്ക് വരിക. ഈ രക്ഷയെന്ന് പറയുമ്പോൾ ഇത് ആത്മാവിനെ കളയാതെ നിത്യജീവനിലേക്കുള്ള രക്ഷയാണ്. പണ്ടത്തെ ആദിമ മനുഷ്യരൊക്കെ 965 വർഷമൊക്കെ ജീവിച്ചിരുന്നവരാണ്. ഇപ്പോൾ ചുരുങ്ങി വന്ന് പ്രായം വേണ്ട, മരണത്തിന് പ്രായവുമില്ല. ഇപ്പം തീരെ ചെറുപ്പക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ ലോകത്തെ ജീവിതമല്ല നമുക്ക് ആവശ്യം, ആ നിത്യജീവനാണ്. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇത് മനസ്സിലാക്കി ഈ അന്ത്യകാലത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന വെളിപ്പാട് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. സീനായ് മലയിൽ മോശയ്ക്ക് 10 കൽപ്പന കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ 10 കൽപ്പനയ്ക്കകത്ത് സകലതും അടങ്ങും. അത് വിശ്വസിക്കുക. അതാണ് പുതിയ നിയമത്തിലും വ്യാഖ്യാനിച്ചെഴുതിയിരിക്കുന്ന 10 കൽപ്പനകൾ. പിതാവുള്ളവന് പുത്രനുണ്ട്, പുത്രനുള്ളവന് പിതാവുണ്ട്. ഇപ്പോൾ പലർക്കും പുത്രനാണ് ദൈവം, പിതാവില്ല. പലർക്കും പിതാവാണ് ദൈവം, പുത്രനില്ല. അപ്പോൾ പുത്രൻ വഴിയല്ലാതെ ആർക്കും ഒരു രക്ഷ ഉണ്ടാകത്തില്ല. നമുക്ക് തന്നിരിക്കുന്ന ആ രക്ഷ എന്ന് പറയുമ്പം ആ പുത്രനെ ആ ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി ആ രക്തം ചൊരിഞ്ഞു വന്നു. ആ രക്തത്തിൻ്റെ ഫലമായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വന്നു. ഇനിയും നമുക്ക് ആ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിനി പാപമില്ല.
സഭകളിൽ പോയി പാപിയ പാപിയ എന്ന് പറഞ്ഞിരിക്കാതെ തിരിച്ചറിവ് പ്രാപിക്കുക. പ്രാവിനെപ്പോലെ നിഷ്കളങ്കയും പാമ്പിനെപ്പോലെ ബുദ്ധിയുള്ളവരായി ഈ ലോകത്തിൻ്റെ പോക്കും കാലഘട്ടത്തിൻ്റെ പോക്കുമൊക്കെ മനസ്സിലാക്കി ജീവിക്കുക. ദൈവത്തിൻ്റെ വചനങ്ങൾ എഴുതി വച്ചിരിക്കുന്ന സകലതും നിവൃത്തിയാകാൻ പോകുന്നു. ഇതിലേക്ക് പ്രവേശിക്കുവാനാണ് ദൈവം എല്ലാവരും ഇതിലേക്ക് പ്രവേശിക്കണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് മാനസാന്തരപ്പെടുക. സഭകളിൽ പോയി കുഞ്ഞായിരുന്നപ്പോൾ മനസ്സിലാകാത്ത കാലത്ത് സഭകളിലെ ഒരു അംഗമാകാൻ വേണ്ടി സ്നാനപ്പെട്ടു. അംഗമാകാൻ വേണ്ടി നമ്മളിതൊന്നും മനസ്സിലാക്കുന്നില്ല. മനുഷ്യൻ്റെ വളർച്ച അനുസരിച്ച് തിരിച്ചറിവ് വരുമ്പോഴാണ് ദൈവത്തോട് അടുത്ത് ചെല്ലാനും മാനസാന്തരപ്പെടുമ്പോഴും അവനൊരു സ്നാനത്തിൻ്റെ ആവശ്യം. ആ സ്നാനത്തിനോടുകൂടി കർത്താവായ യഹോശുവ മശിഹയെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച നമ്മളെയും ആ സ്നാനത്തിനോടുകൂടി മരിച്ചടക്കപ്പെട്ട് ഉയർത്ത് സ്വർഗതലത്തിലിരുത്തിയിരിക്കുന്നു. ഈ വാഗ്ദത്തം, ഈ മർമ്മത്തെ മനസ്സിലാക്കുക. എല്ലാവരും ഈ ദൈവസ്നേഹത്തെ തിരിച്ചറിയുക. അതുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക്, ഈ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.